എന്തൊരു കൊതുക. അനാ മുട്ടായിയാ? ഇതെന്തുവാടി? മുട്ടായിയാന്ന് തോന്നല്ലോ. കാണിച്ചമ്മായി. ഇത് വലിക്കുന്ന സാധനം. എവിടെ ഇതെങ്ങനെ? അമ്മാവനിതൊക്കെ വലിക്കോ? ചേട്ടനതൊന്നും വലിക്കത്തൊന്നുമില്ല. ഇതെങ്ങനെ വായിൽ വെച്ച് വലിക്കും? എനിക്കറിഞ്ഞൂടാ. അമ്മാവൻ വലിക്കത്തില്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അമ്മാവന്റെ പോക്കറ്റിൽ നിന്ന് ഇത് കിട്ടിയ സ്ഥിതിക്ക് ചെറിയൊരു സംശയം. ഇല്ല അങ്ങനെ എനിക്കറിയത്തില്ലയോ. അങ്ങനെ ഇതൊന്നും വലിക്കത്തൊന്നുമില്ല. പിന്നെ എങ്ങനെ ഇത് പോക്കറ്റിൽ വരുന്നത്? എനിക്കറിഞ്ഞൂടാ. എന്റെ പൊന്ന് ലില്ലി, എനിക്കറിയാൻ പറ്റില്ല. ഞാൻ എന്റെ സംശയം പറഞ്ഞതേ ഉള്ളൂ. വലിക്കൂല എന്ന് പറഞ്ഞല്ലോ. പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നു. ചോദിച്ചാലോടി? ചോദിക്കണം. ചേച്ചി, എന്നു രാവിലെ എണീച്ചിട്ടുള്ള ഈ നടത്തും ഓട്ടൊക്കെ ഭയങ്കര ക്ഷീണം. അയ്യേ, നടക്കുമ്പോൾ ക്ഷീണോ? അത് തുടർച്ചയായിട്ടാകുമ്പോൾ അതങ്ങ് മാറും. നടത്തം നിർത്തിയാലേ ഷുഗറും പ്രഷറും ഒക്കെ പിന്നെയും കൂടും. നടക്കണം, നടന്നേ പറ്റൂ. ഈ നടക്കും ഓടൊന്നും ചെയ്യാണ്ട് ഈ BP ഒക്കെ കുറയാൻ എന്താ ചെയ്യാ? ഷുഗറൊക്കെ കുറയാൻ ഇപ്പം അങ്ങനെയായ നടത്തയാണ് ഏറ്റവും പ്രധാന ആരോഗ്യത്തിന്. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. അതല്ലെങ്കിൽ എന്നിട്ട് ആ പറമ്പ് കിടക്കുന്ന കിടപ്പ് വേണ്ട, അതെല്ലാം കൂടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൃഷി ചെയ്യണം. എന്നാലും കൊള്ളാം, നല്ലതാണ്. പക്ഷെ അത് ആകെ ഈ വേനൽക്കാലത്തെ ഉണങ്ങിയ ചപ്പൊക്കെ ഇങ്ങനെ കിടക്കുക. അതെല്ലാം കൂടി അടിച്ചുകൂട്ടി ആദ്യം കത്തിക്കണം. അതാണ് ഞാനും പറയുന്നത്, കത്തിക്കണം. അപ്പൊ ചാമ്പലും കിട്ടും. അത് 2 മക്കളുണ്ടല്ലോ, അവരോട് പറയാ അതൊന്ന് വൃത്തിയാക്കാൻ. ഞാനങ്ങോട്ട് പറയാത്ത താമസം അവരങ്ങ് കളയിൽ മറിച്ചിടും. അവിടെ അവരടുത്ത് ഈ പറമ്പിന്റെ കാര്യം അങ്ങോട്ട് പറയുമ്പോൾ അവർക്ക് 100 കൂട്ടം കാര്യങ്ങളാണ്. രാഷ്ട്രീയം, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എന്തോ ചെയ്യാനായി. പിള്ളേരൊക്കെ മടിയന്മാരായി. കാശ് തരാൻ പറയും. 2 ആളെ വെച്ച് ഞാൻ പണിയിപ്പിച്ചോളേ. നീ ഇപ്പൊ 2 ആളിനെ വെച്ച് പണിയിക്കണം. നിന്റെ പൈസ എന്തിന് ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല. അത് കൊള്ളാലോ. എന്നാ പിന്നെ ഈ ഞായറാഴ്ച അവരോടൊക്കെ പറയും. എന്നിട്ട് എല്ലാവരും കൂടി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി തൊടിയാണ്ട് വൃത്തിയാക്കാം. ഒരു കാര്യം ചെയ്യോ, പിള്ളേരടുത്ത് നീ കാര്യമായിട്ടൊന്ന് പറ. ആ പറമ്പ് അങ്ങനെ ഇട്ടിരുന്ന കാട് കയറി നശിച്ചു പോകുമെന്ന് പറ. പാമ്പും പഴുതാരും എന്തൊരു കഷ്ടാണ്ട്, കാല് കുത്താൻ വയ്യ. ആ പെണ്ണുങ്ങൾക്ക് ഇത് എവിടെ പോയി കിടക്കുന്നത്? ചേട്ടാ, നിങ്ങക്ക് ഇത് എവിടുന്ന് കിട്ടി? പറ. എന്താ മിണ്ടാത്തെ? അണക്കത് എവിടുന്ന് കിട്ടി? നിങ്ങളുടെ ജുബയുടെ പോക്കറ്റിന്ന്. എന്റെ ജുബടപ്പം പറ. എവിടെ നടാ? പറ. ഇത് വരുന്നില്ലല്ലോ. എന്ത്? റൊണാൾഡിന്റെ. കണ്ട ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മാവൻ ഇത് ചെയ്യൂലെന്ന്. അച്ചാച്ചൻ എന്തിനാ തിന്നെ? ഇതാ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാതെ കിടക്കുന്ന, അല്ലാതെ അവിടെ പണിയുണ്ടായിട്ടാ. ഇഷ്ടം മനോം പോലെ ഇരുന്ന് വലിക്കാലോ. അവ അത് എന്റെ കേശാല് വെച്ചതാണ്. ചേച്ചിയുടെ ഫോണിങ് എടുത്തേ. അന്ന് പണിയുണ്ട് തോന്നുന്നു. ഏതോ ഇഞ്ചപ്പണി എന്തോ ഉണ്ടോ? വിളിക്ക്. പണി ഉണ്ടാവില്ല. ഹലോ. ചേച്ചാ, ഞാനാ ലില്ലിയ. എവിടെയാ? തിരക്കാണോ? തിരക്കില്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ. ഒന്ന് വന്നേ, എന്നൊരു കാര്യം ചോദിക്കാനാ. എന്തിന് പണി മാറ്റിട്ട് വൈകുന്നേരം? പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി, വരാ പറഞ്ഞോ. ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങോട്ട് എടി, എന്റെ ഫോൺ ഇവിടെ. എന്റെ ഫോണൊന്ന് എടുത്തു കൊടുന്ന. അലി വേണ്ട, ഞാൻ പോയി എടുത്തോളാം. ഒരു ആവശ്യമുണ്ട്. അവൻ വരാന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എവിടെ ഓടുന്നത്? അവൻ എല്ലാ ശീലവും ഉണ്ട്. വെറുതെ ഞാൻ ചേട്ടനെ സംശയിച്ചു. അച്ചാച്ചനാണെങ്കിൽ ഞാൻ ചോദിക്കുമല്ലോ. നീ ഇതെന്തോ നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇരുന്ന് പഠിക്കണം അങ്ങോട്ട്. അത് വർക്ക്ഷോപ്പില് പണിക്കുള്ള എന്തോ സാധനം റൊണാൾഡ് മാമന്റെ. അല്ലാതെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട്